കടകളിൽ എം.ടിയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്ത് അനുസ്മരിക്കുകയാണ് കോവൂർ ലൈബ്രറി. ഒരു എഴുത്തുകാരന്റെ ഓർമ്മകൾ അക്ഷരങ്ങളായി ജനങ്ങളിലേക്ക് പകർത്തുക എന്നതാണ് ലൈബ്രറിയുടെ ലക്ഷ്യം. കടകളിലെ വായനക്കാരിലൂടെ കുടുംബങ്ങളിലേക്ക്, അങ്ങനെ സമൂഹത്തിൽ ആകെ അക്ഷരങ്ങളിലൂടെ എം.ടി ജീവിക്കാൻ അവർ പുസ്തകങ്ങളുമായി തെരുവിലിറങ്ങി. ഒരു തെരുവ് മുഴുവൻ എം.ടി വാസുദേവൻ നായരെ വായിക്കുകയാണ്. വായനക്കാരനായ സാഹിത്യകാരനായ എം.ടിയെ അനുസ്മരിക്കാൻ ഇതിലും വലിയൊരു അനുസ്മരണം സംഘടിപ്പിക്കാൻ വേറെയില്ല. കോഴിക്കോട് കോവൂരിലെ എ ഗ്രേഡ് ലൈബ്രറിയായ കോവൂർ ലൈബ്രറിയാണ് വേറിട്ടൊരു അനുസ്മരണം സംഘടിപ്പിച്ചത്. 15,000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ നിന്നും തൊട്ടടുത്ത ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിച്ച് ബസാറിലെ ഓട്ടോ തൊഴിലാളികൾക്കും 100-ലധികം വരുന്ന കടകളിലും എം.ടിയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഓട്ടോ തൊഴിലാളികളുടെയും കടകളിലെ ജീവനക്കാരുടെയും വീടുകളിലേക്കും ഈ പുസ്തകങ്ങൾ എത്തിച്ചേരും. കുട്ടികളിലേക്കും അമ്മമാരിലേക്കും അതുവഴി കുടുംബങ്ങളിലേക്കും എം.ടി എന്ന സാഹിത്യകാരന്റെ അക്ഷരങ്ങൾ പുതിയ വായനാനുഭവം നൽകും. ഇതായിരുന്നു ലൈബ്രറിയുടെ ലക്ഷ്യം. വായിക്കാൻ ഒരാഴ്ചത്തെ സമയവും നൽകി. വൈകുന്നേരം ലൈബ്രറി ഹാളിൽ എം.ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.